الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ഗ്രഹിക്കാനും പാലിക്കാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ഇരു ലോകങ്ങളിലും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ പുറത്തു തന്ന് അള്ളാഹു അവൻ്റെ അളവറ്റ ഔദാര്യത്താൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് ചേരുവാൻ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആത്മവിചാരണയെ സംബന്ധിച്ചുള്ള ചില വർത്തമാനങ്ങൾ നമ്മൾ കഴിഞ്ഞ 1-2 ഖുതുബകളിൽ പറഞ്ഞിരുന്നു. മനുഷ്യനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുക, ഈ യത്നം നിർവഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവശാസ്ത്രപരമായ ഒരു പ്രതലം പടച്ചതമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യും. അതോടൊപ്പം തന്നെ മാനസികവും ബൗദ്ധികവുമായ സിദ്ധികളും പ്രദാനം ചെയ്യും. ഈ സിദ്ധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ജീവശാസ്ത്ര പ്രതലത്തിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അങ്ങനെയാണ് നാം നമ്മളെ തന്നെ നിർമ്മിക്കുക എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ നാം നമ്മളെ തന്നെ നിർമ്മിക്കുക, ഇത് ബോധപൂർവമായി നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ജനനം എന്നത് ജീവശാസ്ത്രപരം മാത്രമല്ല, അതിനപ്പുറം ധാർമ്മികമായ ഒരു ജനനം കൂടിയുണ്ട്. അത് ശരിയായ തിരിച്ചറിവിൻ്റെ സന്ദർഭമാണ്, ആ തിരിച്ചറിവിലേക്കുള്ള ഉണർവിൻ്റെ ഒരു സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ആ അടിസ്ഥാനത്തിൽ സ്വയം വിചാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന മനുഷ്യൻ മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി യത്നിക്കുന്നു. സംസ്കരണത്തിൻ്റെ സാമൂഹികമായ വശങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത്. നമ്മളിപ്പോൾ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. മുഹറ മാസത്തിൽ നിലകൊള്ളുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പുതിയ വർഷം എന്ന നിലക്കുള്ള നമ്മുടെ ഒരു ഹിസാബ് തന്നെയാണ്, അല്ലെങ്കിൽ ഇഹ്തിസാബ്, നമ്മുടെ തന്നെ വിചാരണ. നാം നമ്മുടെ ഭൂതകാലത്തെ വളരെ കൃത്യമായി ഒന്ന് അവലോകനം ചെയ്യുകയും പുതിയ ലോകത്തേക്ക് ആവശ്യമായ പ്രതിജ്ഞകൾ പുതുക്കുകയും ചെയ്യണം. അതും ഈ
മുഹാസബയുടെ, ആത്മവിചാരണയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴങ്ങനെ തിരുത്തിക്കൊണ്ടും ശുദ്ധീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതാണ് ഈ പറഞ്ഞ മുഹറവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രഥമമായ പാഠം എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ സംഗതി, മുഹറം എന്നത് മാസമാണ്, കലണ്ടറാണ്. കലണ്ടറിന്റെ അടയാളങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ്. ഇവിടെ വിഷയവുമായി നേർക്കുനേരെ ബന്ധമുള്ളതല്ലെങ്കിലും ആനുഷംഗികമായൊരു കാര്യം പറയട്ടെ. ചില പ്രസ്താവനകളിലും ചില പ്രഭാഷണങ്ങളിലുമൊക്കെ ലൂണാർ കലണ്ടറിനെ വല്ലാതെ പവിത്രീകരിച്ചുകൊണ്ടും സോളാർ കലണ്ടറിനെ ഇകഴ്ത്തിക്കൊണ്ടുമുള്ള പ്രസ്താവനകൾ കാണുന്നുണ്ട്. അതൊരിക്കലും തന്നെ ദീനിയായിട്ട് നിലനിൽക്കുന്ന വാദമല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. രണ്ടിനും അള്ളാഹു ഭ്രമണപഥങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ദേശങ്ങൾ പറയുമ്പോൾ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ഫദ്ല് തേടുന്നതിന് വേണ്ടിയും മാസങ്ങളും കൊല്ലങ്ങളും കണക്കാക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന് രണ്ടിനെയും ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും മനുഷ്യ നാഗരികതയിൽ ഇത് രണ്ടും അതിൻ്റെതായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കണം. കലണ്ടറിൻ്റെ ഉൽപ്പത്തിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ പൗരാണിക നാഗരികതയിലാണ് കലണ്ടർ ഉണ്ടാകുന്നത്, പലതും ഉണ്ടായതുപോലെ തന്നെ. ഈ നാഗരികതകളുടെ എല്ലാം അടിസ്ഥാനം കൃഷിയായിരുന്നു. കൃഷി കൃത്യമായിട്ട് കണക്കാക്കണമെങ്കിൽ, കൃഷിക്ക് കാലഗണന ഉപയോഗിക്കണമെങ്കിൽ അതിന് ലൂണാർ കലണ്ടർ ഉപയോഗിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. റബീഉൽ അവ്വലും മുഹറവും ഒന്നും നോക്കിയിട്ട് കൃഷി ഇറക്കാൻ പറ്റില്ല. കൃഷി ഇറക്കണമെങ്കിൽ ഋതുപ്പകർച്ചകൾ മനസ്സിലാക്കണം. അതിനൊരു പക്ഷേ ഇടവപ്പാതി, അതുപോലെ രോഹിണി ഞാറ്റുവേല തുടങ്ങിയിട്ടുള്ള കണക്കുകൾ നമ്മളെ സഹായിച്ചേക്കാം. അതുപോലെ ജൂണും ജൂലൈയും ഒക്കെ നമ്മളതിന് സഹായിച്ചേക്കാം. ഒരിക്കലും തന്നെ മുഹറവും സഫറവും ഒന്നും അതിന് നമുക്ക് സഹായകമാവില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതേസമയം നമ്മുടെ വ്യവഹാരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട കലണ്ടർ ലൂണാർ കലണ്ടർ തന്നെയാണ്. അത് ഇസ്ലാമിക നാഗരികതയും സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രാധാന്യം. ഒന്നിൻ്റെ പ്രാധാന്യത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി മറ്റൊന്നിനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. രണ്ടും മനുഷ്യൻ ആർജിച്ചിട്ടുള്ള അറിവാണ്, രണ്ടും ശാസ്ത്രമാണ്, രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഇൽമു തന്നെയാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം. ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ലൂണാർ കലണ്ടർ വ്യാവഹാരിക ആവശ്യങ്ങൾക്ക് കൊള്ളൂല. അത് കൊള്ളാത്തത് കലണ്ടറിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ സമീപനത്തിൻ്റെ കുഴപ്പമാണ്. കാരണം ഒരിക്കലും രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഒരേ തീയതിയിൽ വരില്ലല്ലോ. അങ്ങനെ വരാത്തിടത്തോളം കാലം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഈ കലണ്ടർ ഒരു ഉപകാരവും ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ പറഞ്ഞത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സഹവർത്തിത്വം. എന്തിനാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിരീക്ഷിക്കുന്നത്? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനാണ്. അതാണ് ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. അള്ളാഹുവിൻ്റെ ഫദ്ല് തേടുവാൻ, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നാഗരികമായും സാംസ്കാരികമായും ഒക്കെ പുരോഗമിക്കാൻ അതിന് വളരെ അനിവാര്യമാണ് മാസവും വർഷവും ഒക്കെ അത് കണക്കാക്കാൻ. അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചവും പ്രകൃതിയും തരുന്ന ഒരു അനുകൂലനമുണ്ട്, ഒരു ആനുകൂല്യമുണ്ട്. ആ ആനുകൂല്യങ്ങളെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ജീവിതം പടുത്തുയർത്തുന്നതെങ്കിൽ നമ്മുടെ പാരസ്പര്യവും ആ സ്വഭാവത്തിലാവണം എന്നൊരു പാഠം കൂടി അതിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം സഹവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരാശയം. ഇതാണ് അതിലെ അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു പാഠം. മൂന്നാമത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുസ്മരിക്കാറുള്ള ചരിത്ര സംഭവങ്ങളാണ്. അതിലൊന്ന് ഹിജ്റയാണ്. നമ്മൾ പലവരും വ്യക്തമാക്കിയതുപോലെ ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. പക്ഷേ ഹിജ്റയാണ് ഇപ്പോഴത്തെ കാലഗണനയുടെ അടിസ്ഥാനം എന്നതുകൊണ്ട് മുഹറമാകുമ്പോൾ നമ്മൾ ഹിജ്റയെയും അനുസ്മരിക്കും. ഹിജ്റ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയമായ നീക്കമാണ്. എന്നാൽ രാഷ്ട്രീയമായ നീക്കം മാത്രമല്ല, അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നന്മയിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. നന്മയിലേക്കുള്ള സഞ്ചാരം. 100 മനുഷ്യനെ കൊന്നിട്ട് തൗബ തേടിയ ഒരു മനുഷ്യനോട് ഹിജ്റ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. അപ്പോൾ അയാൾ ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയല്ല ചെയ്തത്. ഒരു ജീവിതം ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
അപ്പോൾ ഇതിലും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മുഹാസബ എന്ന് പറയുന്ന ഒരു ആശയം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടേതായ നമ്മൾ ആർജിച്ചിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക്, നമ്മുടെ ശരിയായ നൈസർഗികതയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സഞ്ചാരത്തെയാണ് ശരിക്കും ഹിജറ അടയാളപ്പെടുത്തുന്നത് എന്ന് കാണേണ്ടതാണ്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അപ്പോൾ ഹിജറ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം, അതോടൊപ്പം തന്നെ അതിന് വിമോചനത്തിൻ്റെതായൊരു വശമുണ്ട്. അത് നേർക്കുനേരെ കാണിക്കുന്ന സന്ദർഭമാണ് ആശൂറയുമായി ബന്ധപ്പെട്ട. ആശൂറ ദിവസം നമ്മൾ നോമ്പ് നോൽക്കും. ആശൂറയുമായി ബന്ധപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിമോചനം. ഇസ്രായേൽ സമൂഹത്തെയും കൂട്ടിക്കൊണ്ട് ഫിർഔനിൽ നിന്ന് ഫിർഔനിനെയും ആ രാജ്യത്തെ തന്നെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ്. ആ മുന്നോട്ട് പോക്കിൽ പടച്ചതമ്പുരാന്റെ കൽപ്പന പ്രകാരം പ്രകൃതി അവരോട് എത്രമാത്രം സഹകരിച്ചു എന്നതിൻ്റെ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. അവിടെ ആ ഒരു സംഭവത്തെയും നമ്മൾ ആ മുഹറം സമയത്ത് അനുസ്മരിക്കണം. അത് വിമോചനത്തിൻ്റെ വലിയൊരു പാഠമാണ്. അതോടൊപ്പം തന്നെ പ്രതിരോധത്തിൻ്റെയും നന്നാക്കലിൻ്റെയും പാഠമാണ് പ്രവാചകന് ശേഷം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിലും ഷഹാദത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രവാചകന്റെ കാലത്ത് നടന്നിട്ടുള്ള, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് നടന്നിട്ടുള്ള പോരാട്ടങ്ങളിൽ എത്രത്തോളം സഹാബാക്കൾ ഷഹാദത്ത് വരിക്കുകയും അതിനെ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നുവോ അതേ അംഗീകാരം തന്നെയാണ് മുസ്ലിം എന്ന് അറിയപ്പെട്ടിട്ടുള്ള ഒരു ഭരണാധികാരിയാൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഇമാം ഹുസൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിനും നമ്മൾ നൽകുന്നുണ്ട് എന്നത് പ്രധാനമാണ്. അതുവരെ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളായിരുന്നു. അതേസമയം ഇമാം ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളല്ലാത്തവരുടെ കയ്യാലല്ല, മറിച്ച് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണകൂടത്തിന്റെ കയ്യാലാണ് എന്നുള്ളതും വളരെ സവിശേഷമായി ചരിത്രത്തിൽ നമുക്കുള്ള പാഠമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റിയോ ബാഹ്യമായി നിറവേറ്റപ്പെടുന്ന ശരീഅത്ത് നിയമങ്ങളോ അല്ല ഇസ്ലാം എന്നതിൻ്റെ ആധാരം എന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന ചരിത്രമാണ് യഥാർത്ഥത്തിൽ കർബലയുടേത് എന്നതും തിരിച്ചറിയേണ്ടതാണ്. ഈ സ്വഭാവത്തിലെല്ലാം തന്നെ നിരന്തരമായ നമ്മുടെ പോരാട്ടങ്ങളുടെ ആവശ്യകതയെ, അതോടൊപ്പം തന്നെ വിമോചനവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളും പ്രകൃതിയും നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെ ഒക്കെയും അനുസ്മരിപ്പിക്കുന്ന സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു മനസ്സിലാക്കലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹിക ബോധം അത് വികസിതമാകേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് നമ്മളിനി പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഒരു സാമൂഹിക ബോധം വികസിതമാകണമെങ്കിൽ മനുഷ്യൻ സ്വയം തന്നെ നന്നാവുക. സ്വയം നന്നാവുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി മുഹാസബയിലൂടെയാവുക, ആത്മപരിശോധനയിലൂടെയാവുക. ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്ന സോക്രട്ടീസിന്റെ ആശയവും നമ്മളോട് വിശദീകരിച്ചു. പരിശോധിക്കപ്പെടാത്ത, നിരന്തരം പരിശോധിക്കപ്പെടാത്ത ഒരു ജീവിതം ജീവിക്കാൻ കൊള്ളില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ജീവിതം മനുഷ്യൻ എന്ന നിലക്ക് എനിക്ക് ദൈവം തന്നിട്ടുള്ള പ്രകൃതത്തിന്, ദൈവദത്തമായ ഗുണങ്ങൾക്ക്, അതോടൊപ്പം അവൻ എനിക്ക് തന്നിട്ടുള്ള ആദരവ്, വലഖദ് കറംനാ ബനി ആദം എന്ന് പറയുന്നുണ്ടല്ലോ, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അന്തസ്സിന് യോജിച്ചതാണോ എന്ന നിരന്തര പരിശോധന. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതവും എല്ലാം തന്നെ എപ്പോഴും ഈ പറയുന്ന അന്തസ്സിന് ചേരുന്നതാണോ എന്ന ഒരു പരിശോധന. ഈ ആത്മപരിശോധനയുടെ ഇസ്ലാമികമായിട്ടുള്ള പാഠങ്ങൾ, മുഹാസബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പല ജ്ഞാനശാഖകളിലും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ വെസ്റ്റേൺ സൈക്കോളജിയിൽ ചില സങ്കല്പങ്ങൾ, ഉദാഹരണത്തിന് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാ രീതി തന്നെയുണ്ട്. CBT എന്നറിയപ്പെടുന്ന ഒരു ചികിത്സാ രീതി. അത് യഥാർത്ഥത്തിൽ ഒരു ഈ നമ്മുടെ ഈ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായിട്ട് എംഫസൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തോട്ട് പാറ്റേൺസിനെ ഒന്ന് പുനഃസംഘടിപ്പിക്കുക, അതിലുള്ള നിഷേധാത്മകമായ വശങ്ങളെ ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അതിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ നമ്മളെ തന്നെ ഓഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വയം ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക എന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതിന് ശരിക്ക് നമ്മുടേതായിട്ടുള്ള ക്രിയാത്മക ഗുണങ്ങളെ, അതോടൊപ്പം തന്നെ മൂല്യങ്ങളെ വളർത്തിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ആധാരമായിട്ട് യഥാർത്ഥത്തിൽ മുഹാസബയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പാഠങ്ങൾ നമുക്ക്
പാഠങ്ങളെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. മനുഷ്യ പ്രകൃതിയാ നല്ലവനാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാഠം. ഫിത്ര, അതാണ് അവന്റെ പ്രകൃതി. അതേസമയം തന്നെ ഈ സൗണ്ടിന് എക്കോ കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു അസ്വസ്ഥത ഉണ്ട്. അതൊന്ന് ശരിയാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അപ്പൊ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ആ ഒരു ഫിത്ര എന്ന് പറയുന്ന ഒരു സംഗതി, നമ്മുടെ പ്രകൃതം എന്ന് പറയുന്ന ഒരു സംഗതി, എന്നാൽ പലതിൽ നിന്നായിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കലാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് തുടക്കത്തിലേ പറഞ്ഞു. ആ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതത്തെ നിരന്തരം പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചതിന്റെ ഒരു ആശയം. അതിലൊരു ചുരുക്കം അതാണ്. അതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞത് ഡെത്ത് ഓഫ് ഇവാൻ ഇലീച്ച് എന്ന ഒരു നോവലിനെ കുറിച്ചാണ്, പിന്നെ ടോൾസ്റ്റോയുടെ നോവലിനെ കുറിച്ച്. അതിലുള്ള കുറെ ആശയങ്ങളെ സംബന്ധിച്ച് ഇവാൻ ഇലീച്ച് എന്ന് പറയുന്ന മനുഷ്യൻ അവസാന കാലത്ത് അദ്ദേഹത്തിൽ സംഭവിക്കുന്ന ചിന്തകൾ, ആ ചിന്തകളെ ആധാരമാക്കിക്കൊണ്ടാണ് ആ നോവല് വികസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴെല്ലാം നാം നമ്മളെ തന്നെ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ആ പരിശോധനയിലൂടെ നമ്മളെ തന്നെ ശരിയാക്കിയെടുക്കുന്നു, കറ തീർത്ത് നമ്മളൊന്ന് ശുദ്ധീകരിച്ചെടുക്കുന്നു. ആ വിശുദ്ധിയിൽ നമ്മളൊരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇവിടുന്ന് മെച്ചപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകുന്നു. ആ മെച്ചപ്പെട്ട കുടുംബങ്ങളുടേതായ ഒരു സൊസൈറ്റി രൂപപ്പെടുന്നു. ആ സൊസൈറ്റിക്കകത്ത് വളരെ ഭദ്രമായ ഒരു അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെയുള്ള ഭദ്രമായ അവസ്ഥകളുള്ള സൊസൈറ്റികൾ ചേർന്നിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ക്രമത്തെയും ഇങ്ങനെ ഒരു രീതിയെയും സംബന്ധിച്ചും നമ്മളിവിടെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാഠങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ടോൾസ്റ്റോയുടെ തന്നെ പിന്നെ അങ്ങേയറ്റത്തെ അധാർമിക അനാർക്കിസത്തെ ആഘോഷമാക്കുന്ന തരത്തിലുള്ള മറ്റൊരു നോവല്, ഒരുപക്ഷെ അത് വളരെ പോപ്പുലറാണ്, അന്നാ കരനീന എന്നാണ് അതിന്റെ പേര്. അന്നാ കരനീന എന്ന് പറഞ്ഞാൽ കരേനിൻ പ്രഭുവിന്റെ ഭാര്യയായ അന്ന, അവര് വ്രോൺസ്കി എന്ന മറ്റൊരു പ്രഭുവുമായി അവർക്കുണ്ടാകുന്ന വിവാഹബാഹ്യമായ പ്രണയവും രതിയുമൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. എന്ന് പറഞ്ഞാൽ ടോൾസ്റ്റോയ് ഇവാൻ ഇലീച്ചിലൂടെയും മറ്റുമൊക്കെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആത്മവിചാരണ, അതിന്റെ ആധാരമായി വർത്തിക്കുന്ന ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അതിന്റെ നേരെ വിരുദ്ധമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അതൊരു നോവലായി മാറുന്നതിന്റെ ആധാരം തന്നെ, അതിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഹാപ്പി ഫാമിലീസ് ആർ ഓൾ എലൈക്ക്. സന്തുഷ്ട കുടുംബങ്ങൾ എല്ലാം ഒരുപോലെയാണ്. അതേസമയം എവരി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. അതേസമയം അസന്തുഷ്ടമായിട്ടുള്ള കുടുംബങ്ങൾ അസന്തുഷ്ടമായി തീരുന്നത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഈ അൺഹാപ്പി കുടുംബത്തിലുള്ള ശൈഥില്യത്തെക്കുറിച്ച് കൂടുതൽ കഥകൾ വരുന്നത്. അതുകൊണ്ടാണ് നന്മയെ സംബന്ധിച്ച് കഥകളിലും ആവിഷ്കാരങ്ങളിലും ധാരാളം ആവിഷ്കാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്തതും അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അതേസമയം മറ്റതിന് പല വഴികളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന കണ്ടെത്തുന്ന പുതിയ പ്രണയബന്ധത്തിൽ സംതൃപ്തിയാകാൻ അവൾക്ക് സാധിച്ചിട്ടില്ല ഒരിക്കലും. അവൾ അതിലും അങ്ങേയറ്റം അസന്തുഷ്ടിയായിരുന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന വ്രോൺസ്കി തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ അവൾ തകർന്നു പോകുന്നുണ്ട്. അവിടെ ഈ വ്രോൺസ്കി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഒരു പുരുഷകാമം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ പറയുന്ന ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ലൈംഗിക വിപ്ലവം, സെക്ഷൽ ലിബറേഷൻ എന്നൊക്കെ പറയുന്ന ആശയമുണ്ടല്ലോ, ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒരു പുരുഷകാമം ദുരുപയോഗം ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമായിട്ട് കൂടി നമുക്കത് കാണാൻ സാധിക്കും. അന്നക്ക് ജീവിതത്തിന്റെ അവസാനം വളരെ ദുരന്തകരമായ ഒരു പര്യവസാനമാണ് ഉണ്ടാകുന്നത്. അതൊരു നല്ല നിലക്ക് പോകുന്നില്ല. അതേസമയം സമാന്തരമായിട്ട് അതേ നോവലിൽ തന്നെ കോൺസ്റ്റാന്റിൻ ലെവിൻ എന്നൊരു കഥാപാത്രമുണ്ട്. കോൺസ്റ്റാന്റിൻ ലെവിൻ വളരെ മാതൃകായോഗ്യമായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാതൃകാപരമായ വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. അയാൾക്കുള്ള സംതൃപ്തിയും മറുഭാഗത്ത് ഇതേ നോവലിൽ തന്നെ ടോൾസ്റ്റോയ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ചിന്തിക്കേണ്ടതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പറയുന്ന ആത്മവിചാരണ എന്ന് പറയുന്ന മനുഷ്യൻ സ്വയം നന്നാവുക എന്ന ആശയത്തിന് പ്രസക്തിയുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധങ്ങളുടെ പവിത്രത എന്നതിന് പ്രസക്തിയുണ്ട്. അതിലൂടെ സാമൂഹിക ബോധം എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കുണ്ടാകുന്ന സാമൂഹിക ബോധം, അനിവാര്യമായും നമുക്കുണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സാമൂഹിക ബോധം, അതും നമ്മുടെ ഈ മുഹാസബയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്, അതിൽ നിന്ന് ഉരുത്തിരിയേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ അടിസ്ഥാനത്തിലുള്ള സന്ദേശങ്ങളാണ് മുഹറവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത് എന്നും ഇവിടെ സൂചിപ്പിച്ചു.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ സാമൂഹികമായ സംവിധാനത്തിലേക്ക് തന്നെ നമ്മൾ നേരെ പ്രവേശിച്ചാൽ നമ്മളെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നമ്മളെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിറവേറ്റുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ്. നമ്മുടെ ബാധ്യതകൾ നിറവേറ്റുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ്. ആധുനിക ലോകത്തെ ഏറ്റവും വിഖ്യാതരായ ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളാണ് റോബർട്ട് ഡി ക്രെയ്ഗ്. അദ്ദേഹത്തിന്റെ എസൻസ് ഓഫ് ഇസ്ലാമിക് ലോ എന്ന ഒരു ലേഖനമുണ്ട്. എസൻസ് ഓഫ് ഇസ്ലാമിക് ലോ. അദ്ദേഹം വളരെ ആധികാരികമായിട്ട് അദ്ദേഹം അമേരിക്കൻ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ചീഫ് അഡ്വൈസർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഡിപ്ലോമസിയുടെ രംഗത്തും അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലും എല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പിന്നീട് ഒരു ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ലേഖനത്തില്, ഈ ഒരു പഠനത്തില് 6 സാമൂഹിക ബാധ്യതകളെ സംബന്ധിച്ച് പറയുന്നു. 6 സാമൂഹിക ബാധ്യതകൾ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് 6 സാമൂഹിക ബാധ്യതകൾ. ഇനി അങ്ങോട്ട് നമ്മൾ അതിനെ സംബന്ധിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത്. അത് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രകാശിതമാകുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള വിചാരം നമുക്കുണ്ടാവണം. ഓരോ സന്ദർഭത്തിലും നമുക്കുള്ള ഹക്ക്, നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയാണ് പറയുന്നത്. എസൻസ് ഓഫ് ഇസ്ലാമിക് ലോ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇസ്ലാമിക നിയമത്തിന്റെ അല്ലെങ്കിൽ ശരീഅത്തിന്റെ സത്ത എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനത്തിലാണ് അദ്ദേഹം ഇതും കൂടി ഉൾച്ചേർത്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്ന 6 സംഗതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനെ പൊതുവായിട്ടൊന്ന് അവലോകനം ചെയ്താൽ, വളരെ ചെറുതായിട്ടൊന്ന് അവലോകനം ചെയ്താൽ, ഒന്ന് ഹക്കുൽ ഹയ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹക്കുൽ ഹയ അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് തലക്കെട്ട് റെസ്പെക്ട് ഫോർ ലൈഫ് ഓർ ദ റൈറ്റ് ടു ലിവ് എന്ന്. ജീവിതത്തോടുള്ള ആദരം. ഹക്കുൽ ഹയ എന്ന് പറയുമ്പോൾ ജീവിതത്തോടുള്ള ഉത്തരവാദിത്തം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്നതിനൊക്കെ ഇദ്ദേഹം റെസ്പെക്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് വരേണ്ടിടത്തൊക്കെ അദ്ദേഹം റെസ്പെക്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. റെസ്പെക്ട് ഫോർ ലൈഫ്, ജീവിതത്തോടുള്ള ആദരവ്, അതോടൊപ്പം തന്നെ റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം. ഇതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തമായിട്ട് അദ്ദേഹം പറയുന്നത്. അതിലെ ഒരു നൈതികതയുടെ വശവും കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവകാശം, ജീവിക്കുവാൻ എല്ലാവർക്കുമുള്ള അവകാശം. ഈ അവകാശത്തിന് വേണ്ടി പൊരുതുക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതിൽ ഒരു മുസ്ലിം ജാഗ്രതാവുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് സമ്പൂർണ്ണ നീതിയിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രഥമമായ പാഠം അതിലായി മാറുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വ ഈതാഇൽ ഖുർബ എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഒന്നാമതായും അതില് കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു, സാമൂഹിക നീതി കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇഹ്സാൻ, സമ്പൂർണമായ നന്മ കൊണ്ട്, ഈതാഉൽ ഖുർബ, അടുപ്പക്കാർക്ക് അല്ലെങ്കിൽ അടുത്തവരോടുള്ള ബാധ്യതകൾ കൊണ്ട്. അടുത്തവർ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നാണ് സാധാരണ ഇതിന് അർത്ഥം പറയാം. പക്ഷെ അതേസമയം നിങ്ങളുമായി അടുത്ത് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും നിങ്ങൾക്കുള്ള ബാധ്യതകൾ, ഇതിനോടെല്ലാം തന്നെ ഇതുകൊണ്ടെല്ലാം തന്നെ അള്ളാഹു നിങ്ങളോട് കൽപ്പന പുറപ്പെടുവിക്കുന്നു എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അപ്പൊ ആ ഒരു സമ്പൂർണ്ണ നീതിയിലൂടെ മാത്രമാണ് ഈ പറയുന്ന ജീവിക്കുവാനുള്ള അവകാശം, ജീവിതത്തോടുള്ള ആദരവ് എന്നത് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഹക്കുൻ നസൽ എന്ന് പറഞ്ഞാൽ ഈ പിൻതലമുറ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. വംശം എന്നൊക്കെ അർത്ഥം പറയാവുന്ന ഒരു സംഗതിയാണ്. അതേസമയം അദ്ദേഹം അതിന് പറയുന്ന അർത്ഥം റെസ്പെക്ട് ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമുദായത്തോട് മൊത്തത്തിലുള്ള ആദരവ് അല്ലെങ്കിൽ സമുദായങ്ങളോടുള്ള ആദരവ്. ഓരോ സമുദായവും നിലനിൽക്കുവാൻ അർഹമാണ്. അതിൻ്റെതായ വൈവിധ്യങ്ങളോടുകൂടി തന്നെ ഓരോ സമുദായവും ഓരോ വിഭാഗവും നിലനിൽക്കുവാൻ അർഹമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യനും അയാളുടേതായ സാമൂഹികവും സാമുദായികവും ദേശീയവും അതുപോലെ ഗോത്രപരവുമായ ഐഡന്റിറ്റിയിൽ നിലകൊള്ളുവാൻ, റൈറ്റ് ടു വൺസ് ഐഡന്റിറ്റി ആസ് എ മെമ്പർ ഓഫ് എ ഫാമിലി, കമ്മ്യൂണിറ്റി ഓർ നാഷൻ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെമ്പർ എന്ന നിലക്ക് തന്നെ നിലകൊള്ളുവാനുള്ള അവകാശം. അപ്പൊ ഇതിൽ വൈവിധ്യങ്ങളോടുള്ള സമീപനം കാണാൻ സാധിക്കും. പരസ്പരമുള്ള ആദരവ്. വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ ആയാത്ത്, അള്ളാഹുവിന്റെ അടയാളങ്ങളാണെന്നാണല്ലോ പടച്ചതമ്പുരാൻ പറയുന്നത്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. നിങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ലിതആറഫു, അതിനുവേണ്ടിയാണ് പടച്ചതമ്പുരാൻ അപ്രകാരം സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെയായിട്ട്, കുലങ്ങളുമൊക്കെയായിട്ട് നിങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയുവാനും പരസ്പരം ആദരിക്കുവാനുമാണ് എന്ന് പടച്ചതമ്പുരാൻ വേറൊരു സ്ഥലത്ത് പറയുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്ന ഹക്കുൽ മാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം റെസ്പെക്ട് ഫോർ ഫ്രീ പ്രൈവറ്റ് എന്റർപ്രൈസ് വിത്ത് ബ്രോഡ് ക്യാപിറ്റൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ സമ്പത്തിന്മേലുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ്.
അതിനുള്ള സ്വതന്ത്രമായ അവകാശം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണ് ഒരു ഇസ്ലാമിക സമൂഹം പ്രവർത്തിക്കുക, ഒരു മുസ്ലിം പ്രവർത്തിക്കുക. അതേസമയം തന്നെ ഏതൊരാൾക്കും അയാളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിനുള്ള അവകാശം വകവെച്ച് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരമുള്ള ഹക്കുൽ മാൽ, ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുമ്പോൾ ഹക്ക് റെസ്പോൺസിബിലിറ്റി ആണല്ലോ, സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യത എന്ന നിലക്ക് കൂടി അതിനെടുക്കണം. അതിനെയും അദ്ദേഹം ആ അർത്ഥത്തിൽ തന്നെയും അതിനെ വിശദീകരിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഉത്പാദനോപകരണങ്ങളും സമ്പത്തും സ്വന്തമാക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട്. അത് ഓരോ വ്യക്തിയുടെയും അവകാശം എന്ന നിലയിൽ അതാകട്ടെ കേന്ദ്രീകരണത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഒരു വിഭാഗത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഈ അവകാശം എല്ലാവർക്കും ഉള്ളതാണ്, അതൊരു വിഭാഗത്തിൽ പരിമിതപ്പെടരുത്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈലായ കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായിമിങ്കും എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങളിലുള്ള സമ്പന്നരിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കേന്ദ്രീകരണത്തെ തടയുന്ന വിധത്തിൽ വ്യക്തികൾക്ക് അതിന്മേൽ പ്രവർത്തിക്കുവാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പോകാം. നാലാമത് അദ്ദേഹം പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഹക്കുൽ ഹുരിയ. ഹക്കുൽ ഹുരിയ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ഫോർ സെൽഫ് ഡിറ്റർമിനേഷൻ ഓർ ദ റൈറ്റ് ടു പൊളിറ്റിക്കൽ ഫ്രീഡം. രാഷ്ട്രീയമായിട്ട് അതോടൊപ്പം തന്നെ സ്വയം നിർണയത്തിന്റെ കാര്യത്തിൽ ആളുകൾക്കുള്ള അവകാശത്തെ ബഹുമാനിക്കുക എന്നുള്ളത്, അത് അംഗീകരിച്ചു കൊടുക്കുക. മനുഷ്യർക്കുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സ്വയം നിർണയാവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് ജനാധിപത്യപരമായ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദുൽഖർനൈനിന്റെ കഥ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ദുൽഖർനൈനോട് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് കപ്പം തരാം, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ആക്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചാൽ. അപ്പൊ അവര് യജൂജ് മൗജൂജ് എന്ന് പറഞ്ഞിട്ട് 2 ഗോത്രങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ കഴിയുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹം പറയാണ്, ഞങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കപ്പം തരാം, നികുതി തരാമെന്ന് പറഞ്ഞപ്പോൾ ദുൽഖർനൈൻ പറഞ്ഞു, മാ മക്കന്നി ഫീ റബ്ബി ഖൈർ, എന്റെ ഖൈറായിട്ടുള്ള എനിക്ക് വേണ്ടതൊക്കെ എന്റെ റബ്ബിന്റെ പക്കലുണ്ട്. അഈനൂനി ബിഖുവ്വ, നിങ്ങൾ നിങ്ങളുടെ ശേഷി കൊണ്ടാണ് എന്നെ സഹായിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ശേഷി കൊണ്ടാണ് എന്നെ സഹായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പണിയെടുക്കാമെന്ന്. ഇതാണ് ആദ്യമായിട്ട് പറയുന്നത്. ദുൽഖർനൈൻ പ്രബോധനം ചെയ്യുന്നുണ്ട് അത് ഈ പണിയൊക്കെ എടുത്തതിന് ശേഷം. ഖുർആൻ തന്നെ പറയുന്നത് വലിയ മതില് കെട്ടി, എല്ലാവരും ചേർന്നിട്ട് വലിയൊരു മതില് കെട്ടി ആ സമൂഹം സുരക്ഷിതരായതിനു ശേഷം ദുൽഖർനൈൻ അവരോട് പറയാണ്, ഇത് പടച്ചോന്റെ ഫضലാണ്, അതുകൊണ്ട് അള്ളാഹിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നുള്ള വർത്താനമൊക്കെ ആ സമൂഹത്തോട് അതിന് ശേഷമാണ് പറയുന്നത്. ഒരു ഭരണാധികാരി എന്ന നിലക്ക് അവിടെ പ്രവേശിച്ചപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും നികുതി തരാമെന്ന് പറയുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ നികുതിയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്ക്, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കൂടെ ചേരണം. അങ്ങനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവൃത്തി, ഈ ഒരു പ്രവൃത്തിയെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഹക്കുൽ ഹുരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അഞ്ചാമത്തത് വളരെ പ്രധാനമാണ്, ഹക്കുൽ കറാമ എന്നാണ് പറയുന്നത്. ഹക്കുൽ കറാമ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി, മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കുക, മനുഷ്യന്റെ അന്തസ്സിനെ അംഗീകരിക്കുന്ന നിയമവ്യവസ്ഥ, ആ അർത്ഥത്തിലുള്ള ഒരു മൂല്യവ്യവസ്ഥ സ്ഥാപിക്കുവാനുള്ള യത്നമാണ് നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകേണ്ടത്. അത് ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പോൾ ഇസ്ലാമിക വ്യവസ്ഥ, ഇസ്ലാമിക നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമങ്ങൾ മാത്രമാണ്. അത് അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യമായ മൂല്യങ്ങളെ സ്ഥാപിക്കാനുള്ള വഴികൾ മാത്രമാണ്. അത് മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കുന്നതായിരിക്കണം, മനുഷ്യന്റെ അന്തസ്സിനെയും മനുഷ്യന്റെ അഭിമാനത്തെയും അംഗീകരിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ മാനിക്കുവാനുള്ള കടമ എല്ലാവർക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ മനുഷ്യരെ മുഴുവൻ നാം ആദരിച്ചിരിക്കുന്നു. ആരാദരിച്ചിരിക്കുന്നു? അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ചിട്ടുള്ള ആരെയും എന്തിനേയും ആദരിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മളോട് ഇടപഴകുന്ന ഏതൊരു മനുഷ്യനെയും മനുഷ്യൻ എന്ന നിലക്ക് പ്രഥമമായിട്ട് നമ്മൾ ബഹുമാനിക്കുകയാണ്. നമ്മളോട് ഇടപഴകുന്ന അത് ഏത് നിലക്കുമാകാം, നമ്മുടെ കക്ഷികളാകാം, നമ്മുടെ ഉപഭോക്താക്കളാണ്, നമ്മുടെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഉപഭോക്താക്കളാവാം, അതുപോലെ തന്നെ സുഹൃത്തുക്കളാവാം, അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികളാകാം, തിരിച്ചുമാകാം. ഇങ്ങനെ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും, ഭർത്താവും ഭാര്യയുമാകാം, മാതാപിതാക്കളും മക്കളുമാകാം, ഏത് തരം ബന്ധമാണെങ്കിലും പ്രഥമമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് തുല്യാവകാശവും തുല്യ അന്തസ്സുമുള്ള മനുഷ്യരോടാണ് നമ്മൾ ഇടപഴകുന്നത് എന്നുള്ളതാണ്. ഈ തുല്യത എല്ലാവർക്കും വകവെച്ചു കൊടുക്കുകയും വേണം. അത് മക്കളോടായാലും നമ്മുടെ മുന്നിലിരിക്കുന്ന കക്ഷികളോടായാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഉപഭോക്താക്കളോടായാലും ആരോടായാലും ശരി, ആ ഒരു അന്തസ്സ് നമ്മൾ മാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ
മനുഷ്യനെ ആദരിച്ചിട്ടുള്ള അള്ളാഹുവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ അള്ളാഹു ആദരിച്ചിട്ടുള്ള മനുഷ്യരെ നമ്മളും ആദരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് ആറാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഹക്കുൽ ഇൽമ്. ഹക്കുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹം കൊടുക്കുന്ന തർജ്ജമ റെസ്പെക്ട് ഫോർ നോളജ്. വളരെ സ്വാഭാവികം. ഇവിടെ സൂചിപ്പിച്ചു ഹക്ക് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്, അതോടൊപ്പം തന്നെ റൈറ്റുമാണ്. രണ്ടിനും അറബിയിൽ ഹക്ക് തന്നെയാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റിക്കും റൈറ്റിനും ഇസ്ലാമികമായ സങ്കേതത്തിൽ ഹക്ക് തന്നെയാണ് പറയുക. പക്ഷെ ഇവിടെ അദ്ദേഹം റെസ്പെക്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. റെസ്പെക്ട് ഫോർ നോളജ്, ജ്ഞാനത്തോടുള്ള ആദരവ്. അറിവ് എവിടെ നിന്നാണെങ്കിൽ പോലും, അത് ഇന്നിടത്ത് നിന്ന് എന്നൊന്നുമില്ല, എവിടെ നിന്നാണെങ്കിൽ പോലും അറിവ് എന്ന് പറയുമ്പോൾ ശാസ്ത്രവും ഗവേഷണങ്ങളും അതിലെ പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ആ അർത്ഥത്തിൽ വളരെ നിഷ്പക്ഷമായി പരിശോധിക്കുവാനും അതിനുള്ള നന്മകൾ സ്വീകരിക്കുവാനും അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും ഒക്കെയുള്ള ബാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഈ 6 റെസ്പോൺസിബിലിറ്റികളെ വളരെ കൃത്യമായിട്ട് പരിശോധിക്കുകയും ആ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുഹാസബ, നമ്മുടെ ആത്മപരിശോധനക്ക് ഇതൊക്കെയും തന്നെ നിമിത്തങ്ങളായി മാറുകയും ചെയ്യുന്ന പക്ഷം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും ഭൂമിയിൽ ഒരു നല്ല ജീവിതം കാഴ്ചവെക്കുവാനും ഒരു നല്ല വ്യവസ്ഥിതിയിലേക്കുള്ള മനുഷ്യന്റെ പുരോഗതിക്ക് നമ്മുടെ ജീവിതത്തെ കാരണമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും എന്നുള്ളത് മറക്കാൻ പാടില്ലാത്തതാണ്. ആ അർത്ഥത്തിൽ ചുറ്റുമുള്ളവരോട് ബന്ധം ചേർത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നിരന്തരം അതിനെ പരിശോധിച്ചുകൊണ്ടും നവീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയ ഒരു വർഷത്തിന്റെ പഠിക്കൽ നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ മുൻകാലത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക, അതിനുണ്ടായിട്ടുള്ള വീഴ്ചകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദാംശങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.